പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കറുത്തവരുടെ വിമോചകനായ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഒരു സമൂഹത്തെ ഇങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ സദസ്സിൽ നിന്നും ഒരാൾ ഷൂ കൊണ്ട് അദ്ദേഹത്തെ എറിയുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ആ ഷൂ എടുത്തുകൊണ്ട് പറഞ്ഞു, എനിക്ക് ആരോ ഒരാൾ ഒരു ഷൂ ഗിഫ്റ്റായിട്ട് നൽകിയിരിക്കുകയാണ്. പക്ഷേ ഇത് ഒന്നു മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെയുള്ള മറ്റേ ഷൂ കൂടി എനിക്ക് ഇങ്ങോട്ട് എറിഞ്ഞു തന്നിരുന്നുവെങ്കിൽ എനിക്ക് വളരെ ഉപകാരമായിരുന്നു, ഇത് ഉപയോഗിക്കാമായിരുന്നു. ഈ സമയത്ത് സദസ്സിലുള്ളവരെല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കാണ് എറിഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് ദേഷ്യപ്പെടാതെ, പ്രകോപിതനാകാതെ അതിനെ അദ്ദേഹം സ്വീകരിച്ച ഒരു രീതി അങ്ങനെയായിരുന്നു. അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളും ഇങ്ങനെയായിരുന്നു. ഇത് കേട്ടപ്പോൾ ആളുകൾക്കെല്ലാവർക്കും വല്ലാത്ത അത്ഭുതം. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ആ സന്ദർഭത്തിലുണ്ട് കൂട്ടത്തിൽ ഒരാൾ വലത്തെ കാലിൽ ധരിച്ച ഷൂ കൊണ്ടാണ് എറിഞ്ഞത്. ഇടത്തെ കാലിൽ അയാൾ ധരിച്ചിരുന്ന ആ ഷൂ മാത്രം ഇങ്ങനെ എടുത്ത് എല്ലാവരുടെ ഇടയിലൂടെ എളിഭ്യനായിട്ട് ഇങ്ങനെ പോകുന്നത് എല്ലാവരും കണ്ടു. ആ സദസ്സിലുള്ള എല്ലാവരും ആ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറുടെ ഈ ഒരു സ്വഭാവത്തെ വല്ലാതെ പ്രശംസിച്ചു. അദ്ദേഹത്തെ വല്ലാതെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. ഇതിൽ നമുക്കുള്ള പാഠം, നമ്മളിൽ പലരും ചിലപ്പോൾ ചില സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കും. ഒന്നുമല്ല എന്നുണ്ടെങ്കിൽ ഒരു കുടുംബം നയിക്കുന്നവർ എങ്കിലും ആയിരിക്കും. നമുക്ക് വേണ്ടത് ഈ ഒരു മനോഭാവമാണ്. പ്രതികരണങ്ങൾ, ആക്ഷേപങ്ങൾ, എതിർപ്പുകൾ, കളിയാക്കലുകൾ ഒരുപാടുണ്ടാകും. അതിനെ എല്ലാം നേരിടാനും ആ സമയത്തെല്ലാം സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. എങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഉയരാൻ സാധിക്കും.